പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ നമ്മൾ നേരിട്ട് കണ്ട ആ സംഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഞാനിതൊന്ന് വിശദീകരിക്കാം. നമുക്ക് ആ ദൃശ്യങ്ങളും അഭിപ്രായങ്ങളും വരുന്ന ഘട്ടത്തിൽ നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ എടുക്കാം. മറ്റൊരു ആംബുലൻസ് കൂടി അതുവഴി കടന്നു പോകുന്നുണ്ട്. 3 ആംബുലൻസുകൾ ആ സ്ഥലത്ത് സാധാരണ അവർ സൂക്ഷിക്കാറുണ്ട്. കാരണം 3 പേരുടെ ശരീരങ്ങളാണ് നമുക്ക് വീണ്ടെടുക്കാനുള്ളത്. 3 പേരെയാണ് നമുക്ക് രക്ഷിക്കാനുള്ളത്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ ശരീരം കിട്ടി എന്ന് പറയുന്നത് സണ്ണി ഗൗഡയുടേതാണോ എന്ന് നമുക്ക് നിശ്ചയമില്ല. കാര്യം സണ്ണി ഗൗഡയുടെ വീടുള്ളത് അപ്പുറത്തായിരുന്നു. അവരെ കാണാതായത് ഈ അപകടം നടന്നതിൻ്റെ മറുകരയിലാണ്. ഇതാണ് അപകടം നടന്ന സൈറ്റ്. ഇപ്പോഴുള്ള സാധ്യതകൾ ഞാൻ പ്രേക്ഷകരോട് പറയാം. ഈ ഭാഗത്തുള്ള തെരച്ചിൽ ഏറെക്കുറെ അവസാനിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഇതാണ് കരഭാഗത്ത് നമ്മൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന സ്പോട്ടുകൾ. ഇത് സ്പോട്ട് നമ്പർ 1, ഇത് സ്പോട്ട് നമ്പർ 2, ഇത് GPS സിഗ്നൽ കിട്ടിയ പ്രദേശം. ഈ GPS സിഗ്നൽ കിട്ടിയ പ്രദേശത്തെ തെരച്ചിൽ ഏകദേശം ഈ ഭാഗത്തെ മണ്ണ് ഇവിടം വരെയും മാറ്റിക്കഴിഞ്ഞു. ഇനി ആ ഭാഗത്തേക്ക് ഉള്ളിലേക്ക് പോകാനില്ല, അവിടെ പാറക്കെട്ടാണ്. പക്ഷെ അത് കഴിഞ്ഞു വരുന്ന സ്പോട്ട് നമ്പർ 3 എന്ന് പറയുന്ന ഈ ഭാഗം, സ്പോട്ട് നമ്പർ 4 എന്ന് പറയുന്ന ഈ ഭാഗം, ഇവിടെയാണ് ഇനി തെരച്ചിൽ നടത്തേണ്ടത്. ഈ തെരച്ചിൽ നടത്തുമ്പോൾ ഇവിടെ വലിയ പാറകൾ പ്രേക്ഷകർക്ക് കാണാം. വലിയ പാറകൾ ഇവിടെ ഉരുണ്ടുകൂടി കിടക്കുന്ന കാണാം. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഇമേജാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗമാണ് ഇനി നീക്കം ചെയ്യേണ്ടത്. ഓർമ്മിക്കണം, ഒരു 14 അടിയോളം ഉയരത്തിലുള്ള ഒരു ലോറിയാണ്. ആ ലോറിക്ക് ഈ ഭാഗത്ത് കിടക്കുകയാണെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുമോ എന്നാണ് ചോദ്യം. ഇനി ആകെ കവർ ചെയ്യേണ്ടത് ഈ ഭാഗം മാത്രമാണ്. ഇത്രയും ഭാഗമേ ഇനി കവർ ചെയ്യാനുള്ളൂ. അതിൽ ഈ ഭാഗത്ത് ഇന്നലെ ആർമിയുടെ മെഷീൻ വെച്ചുകൊണ്ടുള്ള പരിശോധന നടന്നു. ഈ ഭാഗത്തും മുകൾ ഭാഗത്തും അവർ ഇന്നലെ മാപ്പ് ചെയ്തു. ഇവിടെ ഒന്നും സിഗ്നൽ ഇന്നലെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു സാധ്യത, ആർമി പറയുന്ന ഒരു കൺക്ലൂഷൻ, ഈ ഭാഗത്ത് ഇനി ലോറിയില്ല, ഈ ഭാഗത്ത് തെരച്ചിലില്ല എന്നാണ്. 80% മണ്ണ് ആ ഭാഗത്തു നിന്ന് മാറ്റി. ഇനി 20% ഉള്ളൂ. പക്ഷേ അത് ആ മലയടിവാരത്തിനോട് ചേർന്നുള്ള പ്രദേശമാണ്. വലിയ പാറകൾ ആ ഭാഗത്തുണ്ട്. അങ്ങനെയാണെങ്കിലുള്ള ഓപ്ഷൻ. ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഈ പുഴയുടെ ഈ ഭാഗത്ത്, റോഡ് കഴിഞ്ഞ് ഈ മണ്ണിടിച്ചിൽ നടന്ന ഗംഗാവാലി പുഴയുടെ ഈ ഭാഗത്താണ്. ഞാനൊന്ന് പ്രേക്ഷകരോട് പറയാം. ഗംഗാവാലി പുഴയുടെ മൊത്തം വീതി എന്ന് പറയുന്നത് ഈ അപകടം നടന്ന സ്ഥലത്ത് ഏകദേശം 209 മീറ്റർ ആയിരുന്നു. ഏകദേശം 243 മീറ്ററോളം വീതിയുള്ള പുഴയിൽ 30 മീറ്ററോളം ഭാഗത്ത് വരുമ്പോൾ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഒരു മെറ്റൽ സോണാർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടും ഒപ്പം തന്നെ GPS ട്രാക്ക് ചെയ്തുകൊണ്ടുമുള്ള ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ഈ സിഗ്നലിലേക്കാണ് എല്ലാവരുടെയും കാഴ്ചയുള്ളത്. അതേസമയം തന്നെ ഇവിടെയല്ല വാഹനം, ഇവിടെയാണെങ്കിലും സിഗ്നൽ മാറി കാണിക്കാൻ സാധ്യതയുണ്ടെന്നും ആർമി പറയുന്നു. അങ്ങനെയാണെങ്കിൽ 5 പ്രധാനപ്പെട്ട സ്പോട്ടുകൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഈ അപകടം നടന്ന സ്ഥലം ലക്ഷ്മണൻ്റെ ധാബ ഞാൻ പ്രേക്ഷകരെ ഈ ചിത്രത്തിൽ അടയാളപ്പെടുത്താം. നമുക്ക് നേരിട്ട് പോയി ആ സ്ഥലത്ത് ഈ ലക്ഷ്മണൻ്റെ ധാബ ഇരുന്ന സ്ഥലം കാണാമായിരുന്നുവെങ്കിലും ഈ നമ്മളുടെ ഏരിയൽ ആംഗിളിലുള്ള വിഷ്വലിൽ എനിക്ക് ഈ ഭാഗത്താണ്, ഇപ്പോൾ ഈ പ്രേക്ഷകർ കാണുന്ന ഈ ഭാഗത്താണ് ലക്ഷ്മണൻ്റെ ചായക്കട ഉണ്ടായിരുന്നത്. ഇവിടെയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പഞ്ചർ കടയുണ്ടായിരുന്നത്. ഈ 2 കടകളും പ്രേക്ഷകർക്ക് കാണാം. ഇതാണ് ലക്ഷ്മണൻ്റെ ചായക്കട. അതിനോട് തൊട്ടപ്പുറത്താണ് ഒരു ചെറിയ പഞ്ചർ കടയുള്ളത്. ഈ ഭാഗത്ത് ചെറിയ 2-3 വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നു. ആ വാഹനങ്ങളെല്ലാം പുഴയിൽ പോയിട്ടുണ്ട്. അതിലൊരു ടാങ്കറും പുഴയിൽ പോയി. ആ പുഴയിൽ നിന്ന് ആ ടാങ്കറിനെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മറുഭാഗത്താണ്, അതായത് ഈ വാഹനം വരുന്നത് നോക്കൂ, ഇതാണ് പനവേലിൽ നിന്ന് വരുന്ന വഴി, ബൽഗാമിൽ നിന്ന് തളികേറ്റ് വരുന്ന വാഹനം. ഇവിടെ ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. അത് രാത്രിയിൽ ലൈറ്റ് കൊടുക്കുന്ന വാഹനമാണ്. ഇതിവിടെ തന്നെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗം മുതൽ അങ്ങോട്ടാണ് വാഹനങ്ങൾ നിർത്തിയിടുക. അപ്പോൾ ഈ ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന വണ്ടി ആ ഭാഗത്ത് ഏകദേശം ഒരു 30 മീറ്ററോളം വരുന്ന റോഡ് മറികടന്ന് ഈ പുഴയിൽ പതിക്കാനുള്ള സാധ്യത, അതാണിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാധ്യത നമ്പർ 1, ഇതിൽ ലക്ഷ്മണൻ്റെ ചായക്കടയിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് മാറി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വണ്ടി പാർക്ക് ചെയ്തത് എന്ന് ലോക്കൽ എവിഡൻസ് ഉള്ളു എന്ന് പറഞ്ഞാൽ പ്രാദേശികമായ ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയും അതായിരുന്നു. അങ്ങനെ ഈ ഭാഗത്താണ് വണ്ടി കിടക്കുന്നതെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ വലിയ പാറക്കെട്ടുകളുമായി വന്നാൽ നേരെ പതിക്കാനുള്ള സാധ്യത ഒരു 16 അടി താഴ്ചയുണ്ട് ഈ പുഴയും ഈ കരയും തമ്മിൽ എന്നുള്ളതാണ്. 16 ഫീറ്റോളമുണ്ട്. 16 അടി താഴ്ചയിലേക്ക് വീഴാം. അങ്ങനെ വീഴുകയാണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് വീണാൽ നമ്മൾ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് ഈ സ്പോട്ടാണ്. ഇപ്പോൾ ആർമി ഒഫീഷ്യൽസ് പറഞ്ഞത് അതിൻ്റെയും ഒരു 30 മീറ്ററോളം മാറി രണ്ടാമത്തെ ഒരു സാധ്യത കൂടി ആർമി കണക്ക് കൂട്ടുന്നുണ്ട്. അത് ഈ മുകളിൽ നിന്ന് ഇടിഞ്ഞു വീഴുമ്പോൾ ഈ ഭാഗത്തുനിന്ന് ചെരുവിൽ നിന്ന് ഇടിഞ്ഞു വീണാൽ വലിയ പാറകൾ ഈ ഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാം. ഇവിടെ വലിയ പാറയുണ്ട്. ഈ പാറ ശരിക്കും നമ്മൾ അടുത്തുനിന്ന് നോക്കിയാൽ 2 വലിയ ട്രക്കിൻ്റെ വലുപ്പമുള്ളൊരു പാറയാണ്. ആ പാറ ഏകദേശം 2-3 കഷ്ണങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ പാറ ഞാൻ നേരത്തെ പ്രേക്ഷകരെ കാണിച്ചിരുന്നു മിനിഞ്ഞാന്ന് രാത്രിയിൽ. ഈ പാറ കിടക്കുന്ന ഈ ഭാഗത്തേക്ക് ഇതുപോലെയുള്ള പാറകൾ വന്ന് അടിക്കുകയാണെങ്കിൽ ദിശ തെറ്റി ഇങ്ങോട്ടോ, അതല്ലെങ്കിൽ കുറച്ചുകൂടി ദിശ തെറ്റി ഇങ്ങോട്ടോ, കുറച്ചുകൂടി ദിശ തെറ്റി ഈ ഭാഗത്തേക്കോ വീഴാനുള്ള
വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടുമുള്ള ലൊക്കേഷൻ 2 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും അന്വേഷണം നടക്കുക. പ്രേക്ഷകർ കാണുന്നത് പോലെ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതിൻ്റെ ഒറ്റ മധ്യത്തിൽ നേരെ സ്ട്രെയിറ്റ് ലൈനിൽ ഈ പുഴയുടെ തീരത്ത് 16 അടി താഴ്ചയിൽ മണ്ണ് മൂടിക്കിടപ്പുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ പ്രേക്ഷകർ ശ്രദ്ധിക്കണം, ഈ ഭാഗത്ത് ഇവിടെ നിന്ന് എടുത്തിരിക്കുന്ന മണ്ണിൽ പലരും രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കൊണ്ട് നിക്ഷേപിച്ചത് ഈ താഴെയുള്ള റിവർ ബെഡിലാണ്. നമ്മളതിനെ റിവർ ബെഡ് എന്നാണ് പറയുക, നദിയുടെ തീരത്താണ്. അപ്പോൾ നദിയുടെ തീരത്ത് ഈ മണ്ണ് കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിനെ ഇവിടെ നിന്ന് നീക്കം ചെയ്യണം. ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലി ആവശ്യപ്പെട്ടിരിക്കുന്നത് 2 തരത്തിലുള്ള മെഷീനുകളാണ്. അതിലൊന്നൊരു ഡ്രില്ലിംഗ് മെഷീനാണ്. ആ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗത്ത് ഇനി താഴ്ചയിൽ കുഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് ആർമിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം ആർമിയെ സംബന്ധിച്ച് അവിടെ പരിശോധന പൂർത്തിയായിരിക്കുന്നു. രണ്ടാമത്തത്, ഈ പുഴയുടെ തീരത്ത് ഈ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടൊരു പരിശോധന നടത്തണം. ഏറെ ആഴത്തിൽ നമ്മൾക്കിവിടെ കുഴിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലോഹവസ്തുവിൻ്റെ സാന്നിധ്യം കണ്ടെത്താം. പക്ഷേ 30 അടി മാത്രം നീളമുള്ള ഒരു ലോറി ഏകദേശം 250ഓളം മീറ്ററിൽ കിടക്കുന്ന മണ്ണിടിഞ്ഞ പ്രദേശം ഈ ബെഡിൽ എവിടെയാണ് പുതഞ്ഞു കിടക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ എങ്ങനെ നാരോ ഡൗൺ ചെയ്താലും ഒരു 50 മീറ്റർ ദൂരത്തിലുള്ള സാധ്യതയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതാണ് ഇപ്പോഴത്തെ പോസിബിലിറ്റി നമ്പർ 1. പോസിബിലിറ്റി നമ്പർ 2, ഇപ്പോൾ ആർമി പറയുന്ന സിഗ്നൽ കാണിച്ച 30 മുതൽ 40 മീറ്റർ വരെ അകലെയുള്ള ഈ പ്രദേശത്ത് കാണാനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അത് ആർമിയുടെ കൂടുതൽ ഡൈവേഴ്സിറ്റിയാണ് ഇവിടെ പരിശോധന നടത്തുക. പ്രേക്ഷകർക്ക് കാണാം, ഇവിടെ നേവിയുടെ സംഘം പരിശോധന നേരത്തെ നടത്തിയിരുന്ന ദൃശ്യവും പ്രേക്ഷകർക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ആക്ച്വൽ സിറ്റുവേഷൻ. ഇന്നിപ്പോൾ അങ്കോളയിൽ നടക്കാൻ പോകുന്ന ഓപ്പറേഷൻ ഇതാണ്. നേരിട്ട് ആ സ്ഥലത്ത് നിന്ന് കണ്ടിട്ട് വരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഈ കാര്യങ്ങൾ, ഈ സ്ഥലം കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. പക്ഷേ ആർമി പറയുന്ന വിവരമനുസരിച്ച് ഒന്നുകിൽ ഈ നദിയിൽ നിന്ന് 30 മീറ്റർ അകലെ, അതല്ലെങ്കിൽ നദിയുടെ തടത്തിൽ റിവർ ബെഡിൽ ഈ പുഴയോട് ചേർന്നുള്ള കരയിൽ ഏകദേശം 16 അടി താഴ്ചയിൽ അർജുൻ്റെ ഭാരത് ബെൻസ് ലോറി ഉണ്ടാവാം എന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം, ഒരു സ്ത്രീയുടെ മൃതശരീരം ആ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത് മനാഫാണ്. ഇപ്പോൾ ഔദ്യോഗികമായ സ്ഥിരീകരണം എത്തിയിട്ടില്ല. നമ്മൾ MLA യും ഒപ്പം തന്നെ SP യെയും ബന്ധപ്പെടുന്നുണ്ട്.